നമസ്കാരം. അമേരിക്ക ഇറാനിലേക്ക് പോകുന്ന ചൈനീസ് കപ്പൽ തടഞ്ഞുവെന്ന വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ ഇതൊരു സാധാരണ നാവിക നടപടിയല്ല, മറിച്ചൊരു വലിയ ജിയോപൊളിറ്റിക്കൽ സിഗ്നൽ ആണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇറാന് ചൈനയിൽ നിന്നുള്ള സമ്മാനവുമായി എത്തിയ കപ്പൽ US സേന തടഞ്ഞതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് അവകാശപ്പെട്ടത്. ചൈനയിൽ നിന്നുള്ള ഒരു സമ്മാനം കപ്പലിൽ ഉണ്ടായിരുന്നു, അത് അത്ര നല്ലതായിരുന്നില്ല എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം ഏത് കപ്പലിലാണെന്ന് ട്രംപ് കൃത്യമായി പറഞ്ഞിട്ടുമില്ല. കഴിഞ്ഞ ദിവസം ഒരു ഇറാനിയൻ കപ്പൽ US വെടിയുതിർത്തതിനു ശേഷം പിടിച്ചെടുത്തിരുന്നു. ഇത് ചൈനയിൽ നിന്നാണ് ഇറാനിലേക്ക് വന്നത്. താൻ ഞെട്ടിയെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി തനിക്ക് ധാരണ ഉണ്ടായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. നേരത്തെ ചൈന ഇറാൻ ആയുധങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് US ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിലേക്ക് ചൈനയുടെ ആയുധ വിതരണം ഉണ്ടാകില്ല എന്ന് ഷീ തനിക്ക് ഉറപ്പ് നൽകിയതായി പിന്നീട് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇറാനുമായുള്ള വെടിനിർത്തൽ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് അന്ന് അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ചർച്ചയിലൂടെ ഒരു കരാറിലെത്താനാകുമെന്നും ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു. വെടിനിർത്തൽ ദീർഘിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ട്രംപിന്റെ മറുപടി, അത് ചെയ്യേണ്ടതില്ല, നമുക്ക് സമയം അധികമില്ല, കരാറിലെത്താനായില്ല എങ്കിൽ ഇറാനിൽ ബോംബിടുമെന്നുള്ള ഭീഷണിയും കൂടിയായിരുന്നു. അതിനേക്കാൾ മെച്ചപ്പെട്ട സമീപനം ഇല്ല എന്നും സൈന്യം തയ്യാറെടുപ്പിലാണെന്നും ട്രംപ് ഭീഷണിയും മുഴക്കി. ഇതിനിടെ ഇറാനിൽ തടവിൽ കഴിയുന്ന 8 സ്ത്രീകളെ മോചിപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് അഭ്യർത്ഥിച്ചിരുന്നു. അത് നമ്മുടെ ചർച്ചകൾക്ക് ഒരു മികച്ച തുടക്കമാകുമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. 8 സ്ത്രീകളെ ഇറാൻ തൂക്കിലേറ്റാൻ ഒരുങ്ങുന്നുവെന്ന ഒരാളുടെ പോസ്റ്റ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഉണ്ടായത്. അതേസമയം ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഇറാൻ ഇതുവരെ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. വെടിനിർത്തൽ സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇരുപക്ഷവും തമ്മിലുള്ള സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണ്. വെടിനിർത്തൽ കാലാവധി നീട്ടണമെന്ന ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്ന US-നോടും ഇറാനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച കടുത്ത വിദേശ നയം, ആദ്യം അമേരിക്ക എന്ന മുദ്രാവാക്യം ഇപ്പോൾ ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കം എന്നതിലുപരി ചൈനയ്ക്കു നേരെയുള്ള ഒരു വെല്ലുവിളി എന്ന രീതിയിലാണ് ഈ സംഭവത്തെ ലോകം ഇപ്പോൾ കാണുന്നത്. ചോദ്യം വളരെ വ്യക്തമാണ്, ഇതിന് ചൈന മിണ്ടാതിരിക്കുമോ? ചൈനയുടെ സമീപനം ചരിത്രപരമായ ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. നേരിട്ട് പ്രതികരിക്കാതെ പോലും ശക്തമായ മറുപടി നൽകാൻ കഴിയുന്ന ഒരു രാജ്യമാണ് അത്. അതിനാൽ ഇതൊരു സൈലന്റ് വാറായി മാറാനുള്ള സാധ്യത ഇനി വളരെ കൂടുതലാണ്. ഒരു സാധ്യത സാമ്പത്തിക പ്രതികാരമാണ്. അമേരിക്കൻ കമ്പനികൾക്ക് നേരെയുള്ള നിയന്ത്രണങ്ങൾ, കയറ്റുമതി വിലക്കുകൾ, അല്ലെങ്കിൽ ഡോളർ അധിഷ്ഠിത വ്യാപാരത്തിന് പകരം പുതിയ വഴികൾ. ഇത് ലോക വിപണിയെ തന്നെ കുലുക്കാൻ കഴിയും. രണ്ടാമത്തെ സാധ്യത സൈനിക സമ്മർദ്ദമാണ്. സൗത്ത് ചൈന കടൽ മേഖലയിൽ ചൈനയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കൽ, അമേരിക്കൻ നാവികസേനയ്ക്കെതിരെ കൂടുതൽ കടുത്ത നിലപാട്, ഇതെല്ലാം ഒരു പ്രത്യക്ഷമല്ലാത്ത തിരിച്ചടിയായി മാറും. ഇവിടെ ഏറ്റവും നിർണായകമായ കാര്യം ഇറാനും ചൈനയും തമ്മിലുള്ള ബന്ധമാണ്. ഇറാൻ ഇതിനകം തന്നെ ചൈനയുമായി ഊർജ സുരക്ഷാ കരാറുകളിൽ അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. ഇപ്പോൾ അമേരിക്കയുടെ ഈ നീക്കം ഈ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു കാരണമായി മാറും. ഇറാനും ചൈനയും ഒരുമിച്ചാൽ എന്ത് സംഭവിക്കും? ആദ്യം ഊർജ്ജരംഗം. ഇറാന്റെ എണ്ണയും ചൈനയുടെ വിപണിയും ചേർന്നാൽ അമേരിക്കയുടെ നിയന്ത്രണങ്ങളെ മറികടക്കുന്ന ഒരു പുതിയ സപ്ലൈ ചെയിൻ രൂപപ്പെടും. രണ്ടാമത് സൈനിക സഹകരണം. ചൈനയുടെ സാങ്കേതിക വിദ്യയും ഇറാന്റെ പ്രാദേശിക സ്വാധീനവും ചേർന്നാൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ശക്തിക്ക് നേരിട്ട് വെല്ലുവിളി ഉയരും. മൂന്നാമത് ജിയോ പൊളിറ്റിക്കൽ ബ്ലോക്ക്. റഷ്യയെ കൂടി ചേർത്താൽ ഇതൊരു ശക്തമായ അമേരിക്ക വിരുദ്ധ അച്ചുതണ്ടായി മാറും. ഇതിന്റെ പ്രത്യാഘാതം എന്ത്? ലോകം വീണ്ടും 2 ശക്തി ബ്ലോക്കുകളായി വിഭജിക്കപ്പെടും. ഒരു ഭാഗത്ത് അമേരിക്കയും അതിന്റെ കൂട്ടാളികളും, മറ്റേ ഭാഗത്ത് ചൈന ഇറാൻ കൂട്ടുകെട്ടും. അതിന്റെ ആഘാതം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കും ഒഴിവാകില്ല. വില കൂടുന്ന ഇന്ധനം, അനിശ്ചിതമായ വ്യാപാര ബന്ധങ്ങൾ, സുരക്ഷാ വെല്ലുവിളികൾ, ഇതൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു ഐസൊലേറ്റഡ് ഇൻസിഡന്റ് അല്ല. ഇത് ലോകശക്തികളുടെ ഏറ്റുമുട്ടലിന്റെ പുതിയ അധ്യായമാണ്. ഇനി കാണേണ്ടത് ചൈന പ്രതികരിക്കുമ്പോൾ അതൊരു മുന്നറിയിപ്പായിരിക്കുമോ, അല്ലെങ്കിൽ ലോകം നേരിടേണ്ടി വരുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ തുടക്കമോ എന്നുള്ളതാണ്.